ഇപ്പം ഞാൻ പറയുന്നതിനെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. അങ്ങയുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 4-5 പുരുഷന്മാർ ഒരു 12:30 ആകുമ്പം വന്ന് മുട്ടിയിട്ട് ഞങ്ങൾ പോലീസ് തുറക്കണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭാര്യയോ മാതാവോ സഹോദരിയോ, വ്യക്തിപരമായി എടുക്കരുത്, അങ്ങയുടെ ഭാര്യയോ മാതാവോ സഹോദരിയോ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ജനം TV ആയതുകൊണ്ട് അങ്ങയോട് തന്നെ ചോദിക്കുന്നത്. അങ്ങ് ചോദിക്കണ്ടേ? അങ്ങ് ചോദിക്കണം. ഇത് ചോദിക്കൂ. ചൂടപ്പം പോലെ കുറിക്ക് കൊള്ളുന്ന നല്ല കിണ്ണം കാച്ചിയ മറുപടി ജനം TV-യുടെ ആ റിപ്പോർട്ടറുടെ കിളി പോയി കാണും. കാരണം അമ്മാതിരി മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനം TV-യുടെ ആ റിപ്പോർട്ടറിന് കൊടുത്തിട്ടുള്ളത്. വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടിയാണ്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലാൻ പറ്റുന്ന ചാനൽ ചർച്ചകളിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടികൾ എതിരാളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരാൾ ഈ അടുത്ത കാലത്തൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. കാരണം എന്തൊരു മറുപടിയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങളും ഇതേ അഭിപ്രായം പറയും. പോലീസ് അന്വേഷണത്തോട് ആരും സഹകരിക്കാത്ത ഏതാ? ഇപ്പം ഞാൻ പറയുന്നതിനെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. അങ്ങയുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 4-5 പുരുഷന്മാർ ഒരു 12:30 ആകുമ്പം വന്ന് മുട്ടിയിട്ട് ഞങ്ങൾ പോലീസ് തുറക്കണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭാര്യയോ മാതാവോ സഹോദരിയോ, വ്യക്തിപരമായി എടുക്കരുത്, അങ്ങയുടെ ഭാര്യയോ മാതാവോ സഹോദരിയോ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? പിന്നല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ആക്ഷേപം അങ്ങേക്കുണ്ടോ? അതെന്തൊരു തോന്നിവാസമാണ് പറയുന്നത്. ആ പറയുന്നത് എന്തൊരു തോന്നിവാസമാണെന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഉത്തരം മുട്ടിപ്പോയി. ഇതൊന്നല്ല, ഇത് കഴിഞ്ഞൊരു ജനം ടിവിയുടെ റിപ്പോർട്ടറിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതും കൂടി കേൾക്കണം. അപ്പം എത്ര കൃത്യമാണ് മറുപടി. കാരണം ആ രാത്രി നടന്നിട്ടുള്ള റെയ്ഡ് അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ആ റെയ്ഡുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം, അതായത് ചില നേതാക്കന്മാരുടെ റൂമിനകത്ത് മറ്റു പലരും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഒരു റിപ്പോർട്ടർ ചോദിക്കുക. എത്ര മോശം പരിപാടിയാണത്. അങ്ങനെയുണ്ടോ ചോദിക്കൽ? അതായത് വനിതാ നേതാക്കളുടെ റൂമിനകത്ത് മറ്റു പലരും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഒരു റിപ്പോർട്ടർ ചോദിക്കേണ്ടതാണോ? അതിനെ കൃത്യവും വ്യക്തവുമായിട്ട് രാഹുൽ ചോദ്യം ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ദേഷ്യപ്പെടലും ഇല്ല, പക്ഷെ കൃത്യമായൊരു ഉദാഹരണം അത് കൊള്ളേണ്ടതുപോലെ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവരൊറ്റയ്ക്കാണ് എങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവരെന്താ സ്വാഭാവികമായിട്ട് പറയേണ്ടത്? സ്വാഭാവികമായിട്ട് അവർ സംഘടനാ പ്രവർത്തനത്തിന് പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി ആകുമ്പോൾ ഈ എന്നും പറഞ്ഞ് പുരുഷന്മാർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പാടുണ്ട്. അപ്പോൾ അവരെന്താ പറയേണ്ടത്? അവർ പറയേണ്ടത് നിങ്ങളൊരു വനിതാ പോലീസിനെ കൂട്ടിയിട്ട് വരൂ, അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയാണ് അവർ പറഞ്ഞത്. വനിതാ പോലീസിനെ കൂട്ടിയിട്ട് വരുന്നവരെ അവർ ഈ മുറിയും പൂട്ടിയിട്ട് വേറെ ദുബായിലൊന്നും പോയില്ലല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ചോദ്യം പ്ലേസ് ചെയ്തല്ലോ, ഇനി പറഞ്ഞ മറുപടി. അപ്പോൾ അവർ ആ മുറിയുടെ വാതിൽക്കൽ തന്നെ നിന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഈ മുറിക്കകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനി മാറ്റിക്കളയുമോ എന്നുള്ള കൗതുകത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആ മുറിയുടെ വാതിൽക്കൽ തന്നെ നിന്നു. അതിനുശേഷം വനിതാ പോലീസ് വന്നു, തുറന്നു കൊടുത്തു, മുറി മുഴുവൻ പരിശോധിച്ചു, ഒന്നുമില്ല എന്ന് കണ്ടെത്തി പോയി, അല്ലേ? അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ല, ഇന്നെങ്കിലും നിങ്ങൾ എന്നോടൊരു മര്യാദ കാണിക്കേണ്ടുന്ന ദിവസമാണ്, എന്നോടൊന്ന് ഐക്യപ്പെടേണ്ടുന്ന ദിവസമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം എനിക്കെതിരെ എൻ്റെ പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ട് നിങ്ങൾ നിരന്തരമായ ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ ആ മുറിക്കകത്തുണ്ടെന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ? ഞാൻ ആ മുറിക്കകത്തുണ്ടായിരുന്നു. ഞാൻ ആ മുറിക്കകത്ത് പെട്ടിയുമായിട്ടിരിക്കുകയാണെന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞു. ജനം TV ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ ചോദിക്കുന്നത്. യുവമോർച്ചയുടെ അധ്യക്ഷൻ പറഞ്ഞു എന്നെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. കോഴിക്കോട് ഇരിക്കുന്ന ഞാൻ അങ്ങനെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അങ്ങ് ചോദിക്കണ്ടേ? അങ്ങ് ചോദിക്കണം. ഇത് ചോദിക്കൂ. ആ വീഡിയോ ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്ത് തരാം. വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഞാൻ കോഴിക്കോടുള്ള ഞാൻ റൂമിനകത്തുണ്ട് എന്നുള്ളതാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ പറയുന്നുള്ളത്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ പ്രസിഡന്റും പറയുന്നത് ഞാൻ അതിൻ്റെ അകത്താണ് ഉള്ളത് എന്നുള്ളതാണ്. അവൻ അതിൻ്റെ അകത്ത് പെട്ടിയും തൂക്കി പിടിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ പിന്നീട് അവിടെ ഇല്ല എന്നറിയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ ഇതുവരെ മാറ്റിയിട്ടില്ല. ജനം TVയുടെ റിപ്പോർട്ടർ BJPയുടെ നേതാവിനോടും യുവമോർച്ചയുടെ നേതാവിനോടും തിരിച്ചു ചോദിക്കേണ്ടേ? എന്തുകൊണ്ടത് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ ചോദ്യം. കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി രാഹുൽ കൊടുക്കുന്നില്ലേ? ഇത് തന്നെയാണ് പറയുന്നത്. ഒന്നുകൂടി ഞാനത് കേൾപ്പിച്ചു തരാം. നിങ്ങൾ ഒന്നും കൂടി അത് കേട്ടോ, അവസാന ഭാഗം ഒന്നും കൂടി കേട്ടോ.
മുറിക്കകത്തുണ്ടെന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ? ഞാൻ ആ മുറിക്കകത്തുണ്ടായിരുന്നു. ഞാൻ ആ മുറിക്കകത്ത് പെട്ടിയുമായിട്ടിരിക്കുകയാണെന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞു. ജനൻ TV ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ ചോദിക്കുന്നത്. യുവമോർച്ചയുടെ അധ്യക്ഷൻ പറഞ്ഞു എന്നെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. കോഴിക്കോട് ഇരിക്കുന്ന ഞാൻ എങ്ങനെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അങ്ങ് ചോദിക്കണ്ടേ? അങ്ങ് ചോദിക്കണം. ഇത് ചോദിക്കുമോ? കറക്റ്റല്ല. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഒന്നാമത്തെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഭയം. ആ ഭയം വരാനുള്ള കാരണം എന്ന് പറയുന്നത് രാഹുലിൻ്റെ ഫേസ് അത് വലിയ രീതിയിൽ എന്താ പറയുന്നത് ആളുകൾക്കിടയിൽ സുപരിചിതമാണ്. ഇപ്പം സരിനെ പോലെയോ കൃഷ്ണകുമാറിനെ പോലെയോ അല്ല, മറിച്ച് യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മിഡിൽ ഏജിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വൈകുന്നേരം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് TV കാണുന്ന അത്യാവശ്യം വാർദ്ധക്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സുപരിചിതനായ ഒരു വ്യക്തി. നോക്കൂ, കൃഷ്ണകുമാറിനെ കുറിച്ച് പാലക്കാട്ടെ ചിലപ്പോൾ BJPയുടെ തന്നെ യുവ നേതാക്കന്മാർക്ക് ചിലപ്പോൾ കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് അത് കഴിഞ്ഞ് കോൺഗ്രസിലോ CPMലോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അനുഭവമില്ലാതെ നടക്കുന്ന യുവാക്കളോട് കൃഷ്ണകുമാറിനോട് ചോദിച്ചാൽ നോ, സരീനെ കുറിച്ച് ഞാൻ നോ. പക്ഷേ ഒരേ സമയം സോഷ്യൽ മീഡിയയിലും ഒരേ സമയം TV ചാനലുകളിലും ഒരേ സമയം പത്രമാധ്യമങ്ങളിലും, അതായത് പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അയാൾക്കൊരു ക്ലിയർ പിക്ചർ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ക്ലിയറായി BJP മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷം എന്തായാലും അവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവരല്ല രണ്ടാം സ്ഥാനത്തുള്ളത്. ഭയം BJPക്കാണ്. ഇടതുപക്ഷത്തിനും രാഹുൽ ജയിക്കുന്നത് വലിയ പേടിയുള്ള കാര്യമാണ്. കാരണം രാഹുലിനെ പോലെയുള്ള ഒരു കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്ന, ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കുന്ന ഒരാൾ വിജയിക്കുന്നത് ഒരിക്കലും ഇടതുപക്ഷം ആഗ്രഹിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടു കൂട്ടരും രാഹുലിൻ്റെ വിജയം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഫേസ് വാല്യൂ ഉണ്ട്. ആ ഫേസ് വാല്യൂ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ കൃത്യമായി ബാധിക്കും, കൃത്യമായി കാണും എന്നുള്ളതാണ്. കാരണം ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്. ഇപ്പോൾ വ്യാജ ID കാർഡിൻ്റെ പേരിൽ എബിൻ വർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. പക്ഷേ പിന്നീട് ഈ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നതും ഒന്നിച്ചൊരു സമരത്തിൽ ഇറങ്ങുന്നതും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നതും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ജനം ഒരു തെറ്റായ ഒരു ആരോപണമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ എബിൻ വർക്കി മാറി നിന്നുകൊണ്ട്, ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്യുന്നത് പോലെ മാറി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരസ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാനോ പിടിക്കാനോ നിൽക്കുന്നില്ല. മറിച്ച് ഇതൊക്കെ ഒരു ആരോപണം മാത്രമായിരുന്നു. ഇനി സത്യമാണെങ്കിൽ പോലും ആ കാര്യം കേവലം ഒരു ആരോപണമാണെന്ന് ഈ രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ തെളിഞ്ഞു വരുമ്പോൾ ഈ കള്ളപ്പണ ആരോപണത്തിൽ ഒരു പൈസയും കണ്ടെത്താൻ പറ്റാത്തിടത്തോളം രാഹുലിന് ക്ലീൻ ഇമേജാണ്. അപ്പം രാഹുലിൻ്റെ ഇമേജ് എങ്ങനെയെങ്കിലും നിലവിൽ തകർക്കുക, അതിന് മാധ്യമങ്ങളും ഒരു പരിധിവരെ കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ കിണ്ണം കാച്ചിയ മറുപടികൾ, കൃത്യവും വ്യക്തവും സുതാര്യവുമായിട്ടുള്ള മറുപടികൾ, വസ്തുതകൾ നിൽക്കുന്ന മറുപടികൾ, ഈ മറുപടികൾക്ക് മുന്നിൽ മാധ്യമങ്ങളും BJPയും പെട്ടുപോവുകയാണ്. കാരണം കൃഷ്ണകുമാറിന് അവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും, സംശയമൊന്നുമില്ല. കാരണം എല്ലാ രീതിയിലും പറ്റുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ രാഹുൽ അല്ലാതെ മറ്റൊരാൾ ആഗ്രഹമായിരുന്നു. രാഹുൽ അവരെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.